അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞെന്താണ്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വലാ തഹിനു വലാ തഹ്സനു വലാ തഹിനു. നിങ്ങൾ നിരാശരാകല്ലേ, തരം താഴല്ലേ, മാനസികമായിട്ട് തകർന്നു വീഴല്ലേ. വലാ തഹ്സനു, ഇങ്ങനെ കരഞ്ഞ് നിലവിളിച്ച് മാറിയിരിക്കല്ലേ. ഇപ്പം നോക്കിയാലും സങ്കടവും പരിവട്ടവും മാത്രം. നമ്മളെ അങ്ങനെ ചെയ്യുന്നു, നമ്മളെ ഇങ്ങനെ ചെയ്യുന്നു, അവര് കുത്തുന്നു, ഇവരിടിക്കുന്നു, ഇവര് നോക്കി പേടിപ്പിക്കുന്നു. ഇതൊക്കെ തന്നെയല്ലേ നമുക്കെന്നും പറയാനുള്ളത്? അല്ലാഹ് പറയുന്നു അങ്ങനെ ഇരിക്കാനുള്ളതല്ല നിന്റെ ജീവിതം എന്ന് എന്നോട് പറയുന്നു ഖുർആനിലൂടെ. അത് ഖുർആൻ ഏറ്റെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും വേണമെങ്കിൽ ഏറ്റെടുക്കാം, അല്ലെങ്കിൽ തിരസ്കരിക്കാം. രണ്ടിനുമുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടാണ് ഭൂമിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ അയച്ചിട്ടുള്ളത്. എന്താ കാരണമായിട്ട് അല്ലാഹ് പറയുന്നത്? വലാ തഹിനു വലാ തഹ്സനു, നീ ദുഃഖിക്കരുത്, നീ ദുർബലനാകരുത്. വഅൻതുമുൽ അലൗൻ, നീ ഏറ്റവും അത്യുന്നതനാണ്. അല്ലാഹ് എന്നോട് പറയാണ്, നീ ലോകത്തിന്റെ നെറുകയിലെത്തേണ്ടവനാണ്, നീ അത്യുന്നതനാണ്. എന്താ കാരണം എന്നറിയോ? ഇൻ കുന്തും മുഅ്മിനീൻ, നീ മുഅ്മിനാണെങ്കിൽ. സുബ്ഹാനല്ലാഹ്, നീ മുഅ്മിനാണെങ്കിൽ ലോകത്തിന്റെ നെറുകയിലെത്തേണ്ടവനാണ്, നൊബേൽ പ്രൈസ് ജേതാക്കളാകേണ്ടവരാണ്. പക്ഷേ എവിടെയില്ല, ഇടം പിടിച്ചിട്ടില്ല. എവിടെയാ ഇടം പിടിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റുള്ളവരുടെ അടി കിട്ടാനും ചവിട്ട് കിട്ടാനും കുത്ത് കിട്ടാനും മാത്രമായിട്ടൊരു ജനവിഭാഗം ഭൂമിയിലുണ്ടെങ്കിൽ അവിടെ ഞങ്ങൾ മുൻപന്തിയിലുണ്ടാവും. മറ്റുള്ളവർക്ക് കുറ്റപ്പെടുത്താൻ, അവഹേളിക്കാൻ, ചവിട്ടാനും കുത്താനുമായിട്ട് ഇറങ്ങിയ ഒരു ജനവിഭാഗം ഉണ്ടെങ്കിൽ ഞങ്ങൾ അവിടെയുണ്ട്. കരഞ്ഞോണ്ട് ഞങ്ങൾ അവിടെ ഇരിക്കുകയാണ്. ദൗർബല്യം പ്രകടിപ്പിട്ട് ഞങ്ങൾ അവിടെയുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആർക്കാണ് തെറ്റ് സംഭവിച്ചത്? ഇവിടെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് വല്ല കാര്യമുണ്ടോ?